അർജന്റീന ഫുട്ബോൾ ടീമിന് കളിക്കുന്നതിന് വേണ്ടി എറണാകുളം കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ GCDAയുടെ യോഗം ചേരും. സ്റ്റേഡിയത്തിന്റെ കൈമാറ്റം സംബന്ധിച്ചുണ്ടായ വിവാദങ്ങളും ചർച്ച ചെയ്യും. വിവാദങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന് GCDA ചെയർമാൻ K. ചന്ദ്രപിള്ള. അകത്തേക്ക് ഇന്നലെ ടർഫിൽ കയറിയത് വളരെ തെറ്റാണ്, ക്രിമിനൽ നടപടിയാണ്. അത്രമാത്രം പരിപാലിക്കേണ്ട ഒരു ടർഫിനകത്ത് ഗുണ്ടായുസത്തിന് വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാർ ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ ഇറങ്ങിയത് വളരെ തെറ്റാണ്. അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന വലിയ ഒരു അനാദരവാണ്. അർജന്റീന ടീം കൊച്ചിയിൽ വന്നൊരു കളി കളിക്കട്ടെ എന്ന് അതിനെ സഹായിക്കേണ്ടത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കകത്തോടെ തയ്യാറെടുപ്പ് നടത്തണമായിരുന്നു. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും തീർന്നിട്ടില്ല, നടക്കും, കളിയും നടക്കും. അർജന്റീന വരും എന്നാണ് ഞങ്ങളുടെ ബോധ്യം. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇതും കൂടി പൂർത്തിയായിട്ട് ക്വാളിഫൈ ചെയ്യണേ. വിവരങ്ങളുമായി വിനയരാജ് ചേരുന്നു. വിനയ, അർജന്റീന ഫുട്ബോൾ ടീമിന് കളിക്കുന്നതിന് വേണ്ടി കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ GCDA യോഗം ചേരുന്നുണ്ട്. സ്റ്റേഡിയത്തിന്റെ കൈമാറ്റം സംബന്ധിച്ചുള്ള വിവാദങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേസമയം രാഷ്ട്രീയവൽക്കരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന് GCDA ചെയർമാൻ K. ചന്ദ്രപിള്ളയും പറയുന്നുണ്ട്. മറ്റെന്തെങ്കിലും പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സ്റ്റേഡിയം കൈമാറ്റം സംബന്ധിച്ചിട്ടുണ്ടായ വിവാദം രാഷ്ട്രീയവൽക്കരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നാണ് GCDA അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിപ്പോൾ പാർട്ടി സാക്ഷൻ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. അത് അല്പസമയം മുമ്പാണ് ഈ യോഗം കഴിഞ്ഞത്. ഇനി അല്പസമയത്തിനകം തന്നെ എക്സിക്യൂട്ടീവ് യോഗം GCDAയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ കൈമാറ്റം സംബന്ധിച്ചിട്ടുണ്ടായ വിവാദങ്ങൾ, അതിന് പിന്നാലെ ഉണ്ടായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അടക്കം ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. സ്റ്റേഡിയം കൈമാറ്റം സംബന്ധിച്ച് വീഴ്ച ഉണ്ടായി എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ GCDAക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് GCDA ചെയർമാൻ വ്യക്തമാക്കുന്ന കാര്യം. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ഒരു സ്റ്റേഡിയം നവീകരണത്തിനായി വിട്ടു നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ GCDAക്ക് യാതൊരു തരത്തിലുള്ള പങ്കില്ല എന്നടക്കമുള്ള കാര്യങ്ങളും ചന്ദ്രപിള്ള വ്യക്തമാക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി അല്പസമയത്തിനകം തന്നെ GCDAയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ യോഗത്തിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ അടക്കമുണ്ടാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ ഈ സ്റ്റേഡിയം വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കോൺഗ്രസ് അടക്കത്തിന് പ്രതിഷേധമായി സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യോഗം തുടങ്ങുന്ന സമയത്തും പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ യോഗമൊക്കെ അടക്കം തന്നെ പ്രതിഷേധ മാർച്ച് നടത്തുമെന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ ഈ ISL മത്സരം ഡിസംബറിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നവീകരണ പ്രവർത്തനങ്ങൾ അടക്കം നടത്തുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ISL മത്സരം നടക്കുമോ എന്ന കാര്യത്തിലടക്കം ഒരു തീരുമാനം ഇന്ന് ചേർന്ന യോഗത്തിലുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉടൻ തന്നെ തീർക്കുമെന്നാണ് ഈ GCDA ചെയർമാൻ അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രധാനമായും ഈ ഒരു സ്റ്റേഡിയം വിവാദം രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് CPIയും കൂടാതെ തന്നെ കോൺഗ്രസും എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ GCDA ചെയർമാനായിട്ട് ചന്ദ്രപിള്ള അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ സ്റ്റേഡിയത്തിനുമായി ബന്ധപ്പെട്ടുള്ള വിവാദം രാഷ്ട്രീയവൽക്കരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന് പറയുന്നു. അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ തന്നെയാണ് ഈ പാർട്ടിയുടെ CPIയുടെ തീരുമാനം എന്ന് പറയുന്നത്. എന്നാലും അല്പസമയത്തിനകം തന്നെ എക്സിക്യൂട്ടീവ് യോഗം ചേരും. ശരി, വ്യക്തമാണ് വിനയ. അർജന്റീന ഫുട്ബോൾ ടീമിന് കളിക്കുന്നതിന് വേണ്ടി എറണാകുളം കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ GCDAയുടെ യോഗം ചേരും. സ്റ്റേഡിയത്തിന്റെ കൈമാറ്റം സംബന്ധിച്ചുള്ള വിവാദങ്ങളും ചർച്ചയാകും. രാഷ്ട്രീയവൽക്കരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നാണ് GCDA ചെയർമാൻ K. ചന്ദ്രപിള്ളയൊക്കെ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയരാജാണ്.